നിന്റെ അമ്മയല്ല ഞാൻ. നീ എന്നാ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? അമ്മമാരോട് ഇങ്ങനെയാ മക്കൾ സംസാരിക്കല്? അല്ല, ഇത് ഞാൻ കുറച്ചായി കേൾക്കുന്നു. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ എങ്ങനെയാ എൻ്റെ അമ്മയാവണേ? നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ? അതായത് അമ്മായി അമ്മ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ അമ്മ എന്ന് വിളിക്കണേ? അതിന്റെ ആവശ്യം എന്താ? എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിലുണ്ട്. അവരെ മാത്രമേ ഞാൻ അച്ഛ അമ്മ എന്ന് വിളിക്കൂലൂ. വഴിയെ പോകുന്ന എല്ലാവരും കയറിയിട്ട് അമ്മ അച്ഛ എന്ന് വിളിക്കലല്ല എൻ്റെ പണി. നിങ്ങൾ എപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ മാത്രമാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും അമ്മ അച്ഛ എന്ന് വിളിക്കണം എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാറില്ലല്ലോ. അല്ല, ഇങ്ങനെയെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിപ്പോ എന്നാ പറഞ്ഞത്? അതിന് ഞാനും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ എൻ്റെ മക്കൾ വളർന്ന് വലുതായിട്ട് അവരെ അമ്മായി അമ്മേനെ അമ്മായച്ഛനെ അമ്മ അച്ഛന്ന് വിളിച്ചാൽ എനിക്കത് സഹിക്കില്ല. അവരെന്നെ മാത്രം അമ്മ എന്ന് വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. ഞാനൊന്നും പറയാനില്ല. ആ, ഇതാരാ? എപ്പോ എത്തി? വാ വാ, കേറിയിരിക്ക്. ഇതാരാ അമ്മയാ? ഇതെന്നാന്ന് ഒരു വിവരം ഇല്ലാണ്ട് പെട്ടെന്ന്? ഒന്നുമില്ല, പിള്ളേരെ കാണാൻ വേണ്ടി വെറുതെ വന്നെയാണ്. നീ ഒന്നിങ്ങ് വന്നേ. ഒരു കാര്യം പറയാം. വരുന്ന വഴിക്കെല്ലാം കേട്ടു നിങ്ങളെ സംസാരം. നീ എന്നാ പറയുന്നത്? ഞാനെന്ത് പറഞ്ഞു അമ്മ പറയുന്നേ? ഉള്ളതല്ലാണ്ട് പറയാ. എൻ്റെ അമ്മ അമ്മയല്ലേ. എനിക്ക് പിന്നെ എല്ലാരെയും കയറിയിട്ട് അമ്മ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? അതെന്ത് വർത്താനാ നീ പറയുന്നത്? എന്നെ പോലെ തന്നെയല്ലേ അവരും. എൻ്റെ അമ്മ തന്നെയല്ലേ അത്. ജന്മം തന്നാൽ മാത്രമല്ല അമ്മയാവലി, കർമ്മം കൊണ്ടും ചില ആൾക്കാർ അമ്മയാവും. അത് നീ ആദ്യം മനസ്സിലാക്ക്. ഇനിയെങ്കിലും എൻ്റെ മോള് ആ അമ്മേനെ വേദനിപ്പിക്കാൻ പാടില്ല. സോറി അമ്മേ, എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല.